നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ മഹതിക്കുട്ടി രാവിലെ എഴുന്നേറ്റു, മേധക്കുട്ടി എഴുന്നേറ്റു, ഞാൻ മാത്രമല്ല ലേറ്റായിട്ട് എഴുന്നേറ്റ്. ഇവളുമാർ രണ്ടും രാവിലെ എഴുന്നേറ്റ് എന്നെയും കുത്തിപ്പൊക്കി. മഹതിക്കുട്ടി മമ്മീനെ പുറത്തൊക്കെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയറി വന്ന് പിന്നെ കളി തുടങ്ങി. അവൾ നവതി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. മേധക്കുട്ടി രാവിലെ എഴുന്നേറ്റു വന്നു, അവളാവുന്ന എന്നെ ആദ്യം വന്ന് കുത്തിപ്പൊക്കിയത്. അപ്പോൾ അവളിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഓടി പോവാ. മഹതിക്കുട്ടി എനിക്ക് മമ്മീനെ ഒന്ന് കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് തരും കേട്ടോ. ചൂടാന്ന് പറഞ്ഞു കേട്ടോ. പിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മമ്മി കൊടുത്തില്ല. രാവിലെ എഴുന്നേറ്റ് എന്നോട് ഗുസ്തിയാ കേട്ടോ. ചേച്ചി അനിയത്തികൾ വഴക്ക് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഉറക്കം വരുന്നു. അവർക്ക് ഉറക്കം തേങ്ങില്ല പറഞ്ഞേ. കാക്ക ഒന്ന് റംബൂട്ടാൻ കുത്തി പറക്കിക്കൊണ്ട് പോവുക കേട്ടോ. അതിൻ്റെ ചുണ്ട നിറച്ച് ഇതാ. ഇപ്പം രാവിലെ പൂച്ചക്കുഞ്ഞ് വന്ന് ഇരിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോയതാട്ടെ. ഇപ്പോൾ ഭക്ഷണം ഇട്ട് കൊടുത്തതുള്ളൂ. അപ്പോൾ അവൻ കഴിച്ചു വന്നിരിക്കുന്ന ഭാഗം. ഞാൻ ഈ പക്ഷികളൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അവൻ ഓരോന്ന് ചോറും ഇതൊക്കെ എല്ലാം കൊത്തിപ്പറക്കി തിന്നും കേട്ടോ. അപ്പോൾ ഈ അണ്ണം വന്ന് ചാടിയോണ്ടെന്നു പറന്നു പോയത്. കാക്കയ്ക്ക് പിന്നെ കുഴപ്പമില്ല, അവൾ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം മമ്മി എല്ലാം രാവിലെ എൻ്റെ ചുട്ടു വെച്ചു. ഞാൻ ഉറക്കമായതുകൊണ്ട് മമ്മി രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പവും ഗ്രീൻ പീസ് കറി. ഞാൻ രാവിലെ ചേച്ചിയായിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തവും കളിയൊക്കെ കേട്ടോ. ഒരു അവധി ദിവസമായി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഭയങ്കര കളി. രണ്ടും മഴക്കും പിന്നെ കുറച്ച് കളിയാവും കേട്ടോ. അതിക്കൂടി യോഗ ചെയ്യുന്ന കേട്ടോ. സ്കൂളിൽ യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വന്ന് യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യ. അവധി ദിവസങ്ങളായ രണ്ടും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അത് മേധക്കുട്ടി വഴക്കുണ്ടാക്കാൻ പോന്നേ. അവസാനം വരട്ടെ അവൾ മഹതിയുടെ നിന്ന് ടോയൊക്കെ മേടിച്ചു കേട്ടോ. ഭയങ്കര ചട്ടമ്പി അവൾ ഇവിടുത്തെ. അപ്പം മിറ്റും തൂക്കാൻ ഇറങ്ങിയപ്പോൾ രണ്ടും കൂടി ചാടിയിട്ടുണ്ടോ. പക്ഷെ ഭയങ്കര ഇലയാണ് കേട്ടോ മുറ്റത്ത്. ഇത്ര ദിവസം മഴയായിട്ട് ഇറങ്ങാൻ പറ്റില്ല. റംബൂട്ടാനൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കും മുകളിലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പക്ഷികളും ഇതൊക്കെ എല്ലാം ഇങ്ങനെ ഇട്ടൊക്കെ വേസ്റ്റ് മൊത്തം തുപ്പി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം കടിച്ച് തുപ്പിയിടുന്ന ഇതെല്ലാം റംബൂട്ടാനെല്ലാം. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യട്ടെ. എന്നെക്കൂടെ തൂപ്പിക്കാൻ വേണ്ടി വരുത്തി വന്നേക്കോ കേട്ടോ. അവിടെ എല്ലാം അപ്പിയാണോ? ബ്രഷ് കളാ. ഭയങ്കര വൃത്തിക്കായി കേട്ടോ. അത് രണ്ട് ബ്രഷ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അത് കളയണം. അതിന് വേണ്ടിയിട്ട് താഴെ പോയോ? പോട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി ഒന്നും നടക്കത്തില്ല. അപ്പിയാണോ? ശരിയടാ. അമ്മ കളഞ്ഞേക്കാം. അയ്യോ കിണറ്റിയിടല്ലേ, താഴെ കളയണം നമുക്ക്. അവളെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി ഒന്നും നടക്കത്തില്ല. ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ മിറ്റം തൂക്കം ഇറങ്ങിയാൽ എന്നെ സഹായിക്കുന്ന ഒരേ ഒരു കൊച്ചേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലെ. എൻ്റെ മേധക്കുട്ടി. തൂത്ത് സൈഡ് തന്നെ അവൾ തൂത്തുകൊണ്ടിരിക്കുക. അവൾ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ.
മഹതിയാണെങ്കിൽ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അവൾ മുങ്ങും. എൻ്റെ മേതക്കൂട്ടിയാണ് എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. മഹതിക്കുട്ടി പെരയ്ക്കാൻ വല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നല്ല നീറ്റാക്കി അവൾ വരുന്നുണ്ട്. മേതക്കൂട്ടി പിന്നെ തൂത്തോണ്ടേ ഇരിക്കും കേട്ടോ. മധുക്കുട്ടി എല്ലാം പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതാണ് മധുക്കുട്ടി. ബാക്കി കുറച്ചും കൂടി തൂക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പെരയ്ക്കകത്ത് കയറാൻ. മഴ കാരണം ഭയങ്കര ചപ്പായിരുന്നു മുറ്റത്തൊക്കെ. അപ്പോൾ തൂക്കുക. കുട്ടി ഓടി നടന്ന് തൂക്കുക. അതൊക്കെ തൂക്കാം, ക്ലീൻ ചെയ്യാം അമ്മ. എൻ്റെ ബീൻസ് പൂത്തു. ഇത്രയും മഴ പെയ്തിട്ട് അവൾക്ക് ഇപ്പോഴും ചെടിക്കകത്ത് വെള്ളം ഒഴിക്കുന്നത് എന്നോട് വഴക്കാ. വെള്ളം ഒഴിക്കണോ? എന്നാ വാപ്പ വെള്ളം ഒഴിക്കണ്ട. വാ വാ. അതിക്കുട്ടിയാവട്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡൊക്കെ ഇട്ട് സൂപ്പറായിട്ടോ. മേതക്കൂട്ടി പിന്നെ ഇപ്പം അലമ്പ് ഉണങ്ങി. അപ്പം അവധി ദിവസങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്ലീനിങ് ഏറ്റവും പാട് വരുന്നത്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നിരത്തിയൊക്കെ ഇടും. അപ്പം ക്ലീനിങ് കഴിഞ്ഞാൽ ബാക്കി പരിപാടിയൊക്കെ കഴിയും. ഫുള്ള് ഇനി ക്ലീൻ ചെയ്യണം. അതിനിടയ്ക്ക് ഇതാ പരിപാടി കേട്ടോ. ഭിത്തിയെല്ലാം ഇവളുമാർ മാന്തി വെച്ചേക്കുക. അപ്പോൾ ഇവളുമാരുടെ വീടിൻ്റെ അവിടെ വീട് വെക്കുന്നുണ്ട്. ട്രെൻഡിൻ്റെ അവിടെ തുടയ്ക്കാൻ വേണ്ടി മഹതി എന്നെ മേടിച്ചുകൊണ്ട് പോയിക്കോ. ട്രെൻഡൊക്കെ ഞാൻ ശരിയാക്കി വെച്ചില്ലെങ്കിൽ അവൾമാർ വീണ്ടും പോയി എന്നെ വഴക്കുണ്ടാക്കും. അപ്പം എടുത്തോടെ തന്നെ വെച്ചില്ലെങ്കിൽ അവൾമാർ എന്നെ ശരിയാക്കും. അപ്പം തൽക്കാലം ഞാൻ അതെടുത്ത് വെച്ചു. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ മമ്മി മീനും വറുത്തു, പാവയ്ക്കത്തോരനും വെച്ചു. ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ മീൻ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടോ. ഇടയ്ക്ക് ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അങ്ങോട്ടും കൊണ്ട് പോയി. ആ സമയം നോക്കിയപ്പം കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ അടുക്കളയെല്ലാം മഹതിക്കുട്ടിയും എന്നെ ഹെൽപ്പ് ചെയ്യാറ്. വീഡിയോസൊക്കെ മഹതിക്കുട്ടിയാണ് എടുത്തു തന്നുണ്ട്. ചില വീഡിയോസൊക്കെ തന്നെ എടുക്കാൻ പാടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെല്ലാം ചെറുത് വയ്ക്കുക. മഹതിക്കുട്ടി ഉള്ള ദിവസം മാത്രമേ എനിക്ക് വീഡിയോസ് എല്ലാം എടുക്കാറില്ല. ഞാൻ തന്നെ വീഡിയോസ് ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. മഹതിക്കുട്ടി എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം. ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു. കാരണം 2-3 ദിവസം മഴ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. ഇപ്പോഴും മഴ മാറിയിട്ടില്ല, എന്നാലും പണിയെല്ലാം അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞു വഴക്കുണ്ടാക്കും. ഇത് മമ്മി ഉള്ളതുകൊണ്ട് ഏകദേശം ഒരുവിധം പണി ഒതുങ്ങും. പിന്നെ ചേച്ചിയും ഇനി ഇല്ലായിരുന്നു. എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും അവൾമാർ വന്ന് എല്ലാം വീട് നിരത്തിയിടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും ഞാൻ അടുക്കി വെക്കും. അവൾമാർ വീണ്ടും വന്ന് 2 പേരും അതെ, മഹതി അതെ മേധ അതെ. അപ്പോൾ ഇത് എത്ര നേരത്തേക്ക് ഇങ്ങനെ വൃത്തിയാക്കി ഇടാൻ പറ്റും ഓർത്തില്ല. അവൾമാർ വന്നാൽ എല്ലാം ഫുള്ളും ക്ലീൻ അഴുക്കാക്കി ഇടും. ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് 2 പേരും കൂടെ കളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് മറ്റൊരാൾ അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മഹതിക്കുട്ടിക്ക് നാരങ്ങവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നാരങ്ങവെള്ളം ഞാൻ എടുക്കുക. അമ്മമ്മ സോപ്പ് ഇട്ടിട്ട് എന്തോ കാര്യം സാധിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ കുറ്റം പറഞ്ഞത്. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു കണ്ണൊക്കെ തുറന്ന് നോക്കിയിരിക്കുക. ഈ മമ്മിയുടെ നാത്തൂനെ ഇങ്ങനെ നോക്കി പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. നാത്തൂന് ഫാമിലി വരുന്നുണ്ട്. അതാ മമ്മി ഇത്ര സന്തോഷത്തോടെ ഒന്ന് ഫ്രണ്ട് നോക്കിയിരിക്കുക. മഹതിയാണ് കയ്യിലെല്ലാം പെയിൻറ്റാണ്. ഒരാളും അവരെ നോക്കിയിരിക്കുക കേട്ടോ. മഹതി ഭീഷണിപ്പെടുത്തി അവളെ ചിരിപ്പിക്കുന്നു. ഇന്നലെ മഴ പെയ്തപ്പം വീണ തെങ്ങ കേട്ടോ. വേരോടെയാണ് തെങ്ങ് പോയേക്കുന്നത്. ഇന്നലത്തെ രാത്രിത്തെ കാറ്റും രാത്രിത്തെ മഴയാണ്. ഫുള്ളും തെങ്ങും മരവും എല്ലാം വീണ്ടുണ്ടാവും കേട്ടോ. അത് കുട്ടിക്ക് എൻ്റെ അത്ര ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കും കേട്ടോ. ചുമ്മാ അല്ല, കസേരയൊക്കെ കയറി എന്നെ അവൾ പറ്റിച്ചാ എത്തി കേട്ടോ. മമ്മിയും കുഞ്ഞാമയും മഹതിയും കൂടെ മഹതിയും മാമന്മാരെയും മമ്മിയുടെ നാത്തൂനെയും സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. മാറിക്കോ, വണ്ടി എളുപ്പം
സ്വീകരിക്കുന്ന കുഞ്ഞാമ്മ ഉറക്കുക, മേതക്കുട്ടി ഉറക്കുക. തിരിക്കുക കേട്ടോ വണ്ടി. എൻ്റെ കുഞ്ഞാവ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കും, അറിയോ? ഹലോ ഹലോ ആ ചേച്ചിയെ കൊണ്ടുപോകും അവര്. മോനെ ഇറങ്ങി വേടാ. മകതി അവരോടെ പോകാൻ റെഡി നിൽക്കുക. അപ്പം അവരിപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം അവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കാണാനേ. അപ്പം എൻ്റെ കൂടെ രാത്രി ഗേറ്റ് അടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമോ കേട്ടോ അവള്. ഞാൻ ഗേറ്റ് അടിക്കട്ടെ. അവർ പോയപ്പോൾ ഗേറ്റ് അടിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് ഇറങ്ങി ഗേറ്റ് അടിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.